തിരുവനന്തപുരം പുന്നമൂട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥി പെപ്പർ സ്പ്രേ ഉപയോഗിച്ചതിനെ തുടർന്ന് വിദ്യാർത്ഥികളും അധ്യാപകരും ആശുപത്രിയിലായി. സ്കൂളിൽ കൊണ്ടുവന്ന പെപ്പർ സ്പ്രേ ക്ലാസ് മുറിയിൽ വെച്ച് ഉപയോഗിച്ചാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണമായത്. 9 വിദ്യാർത്ഥികളും 2 അധ്യാപകരുമാണ് നിലവിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. ഇവരുടെയൊക്കെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ട്. നാടകീയ സംഭവങ്ങളാണ് തിരുവനന്തപുരം കല്ലിയൂർ പുന്നമൂട് ഹയർ സെക്കൻഡറി സ്കൂളിൽ അരങ്ങേറിയത്. ഹയർ സെക്കൻഡറി സ്കൂളിലെ സയൻസ് ബാച്ചിലെ ഒരു ക്ലാസ്സിൽ വിദ്യാർത്ഥി പെപ്പർ സ്പ്രേ ഉപയോഗിച്ചു. ചുറ്റുവരുന്ന വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ദേഹാശ്വാസം അനുഭവപ്പെട്ടു. +1 കുട്ടികളായിരുന്നു. ബാക്കിലിരുന്ന ഒരു കുട്ടി സയൻസ് ബാച്ചിലുള്ളതാണ്. എന്തോ ഒരു സ്പ്രേ പോലത്തെ ഒരു സാധനം അടിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ കുട്ടികൾ ചുമയ്ക്കാൻ തുടങ്ങി. പെട്ടെന്ന് ശ്വാസമുട്ടലും അനുഭവപ്പെട്ടു. അങ്ങനെയാണ് ടീച്ചേഴ്സ് കുട്ടികളെ ഇവിടെ കൊണ്ടുവന്നത്. ഒരു 12:15 മുതൽ ഒരു 5 മിനിറ്റ് ഗ്യാപ്പ് വെച്ചിട്ട് 4 ആൺകുട്ടികളും 2 പെൺകുട്ടികളും ഇവിടെ എത്തി. അപ്പോൾ അവർക്ക് നല്ല ശ്വാസമുട്ടലിൻ്റെ ഇതുണ്ടായിരുന്നു. സാച്ചുറേഷൻ ഫോൾ പോലെ വന്നതുകൊണ്ട് നമ്മൾ നോക്കിയിട്ട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ അലേർട്ട് ചെയ്ത് കാഷ്വാലിറ്റിയിലോട്ട് 6 പേരെ നമ്മൾ ഷിഫ്റ്റ് ചെയ്തു. ആദ്യഘട്ടത്തിൽ പെപ്പർ സ്പ്രേ തന്നെയാണോ വിദ്യാർത്ഥി പ്രയോഗിച്ചത് എന്ന സംശയമുണ്ടായിരുന്നു. തൊട്ടു പിന്നാലെയാണ് ഉപയോഗിച്ച പെപ്പർ സ്പ്രേയുടെ കുപ്പി ആശുപത്രിയിൽ എത്തിച്ചത്. റെഡ് കോപ്പ് ബ്രാൻഡിലുള്ള പെപ്പർ സ്പ്രേ ആണ് വിദ്യാർത്ഥി ഉപയോഗിച്ചത്. 2 സംശയങ്ങളായിരുന്നു ആദ്യമുണ്ടായത്. പെപ്പർ സ്പ്രേ മനഃപൂർവ്വം സ്പ്രേ ചെയ്തതാണോ അതോ തുറക്കും വഴി പടർന്നതാണോ എന്ന സംശയമുണ്ടായിരുന്നു. പിന്നീടാണ് വിദ്യാർത്ഥികൾ പെപ്പർ സ്പ്രേ കൗതുകത്തിന് പുറത്ത് ഉപയോഗിച്ചതാണ് എന്ന് പറയുന്നത്. എന്തായാലും നിലവിൽ 9 വിദ്യാർത്ഥികളും 2 അധ്യാപകരുമാണ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ളത്. ഇവരുടെ ആരോഗ്യം തൃപ്തികരമാണെന്ന ആശ്വാസകരമായ വാർത്തയാണ് നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. എങ്കിലും പെപ്പർ സ്പ്രേ ഏത് ഘട്ടത്തിൽ കൊണ്ടുവന്നു, എങ്ങനെ കൊണ്ടുവന്നു എന്ന ചോദ്യം ഇവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. രാഹുൽ ജിനാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.